ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. 1 കിലോ ആപ്പിളിന് നോർമലി മാർക്കറ്റ് റേറ്റ് 80 രൂപയാണെങ്കിൽ നമ്മൾ 80 രൂപ കൊടുത്ത് ആ ആപ്പിൾ 1 kg ആപ്പിൾ വാങ്ങിക്കാൻ നമ്മൾ റെഡി ആയിരിക്കും. എന്നാൽ അതേ ആപ്പിൾ 50 രൂപയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും. നമ്മൾ 1 കിലോ വാങ്ങുന്നിടത്ത് മേ ബി നമ്മൾ 1.5 കിലോ ആപ്പിൾ വരെ വാങ്ങിച്ചേക്കാം. എന്നാൽ ഇതേ ആപ്പിളിന് ഔട്ട് ഓഫ് സീസണിലല്ലാത്ത ടൈമുകളിൽ ചിലപ്പോൾ 200 രൂപ വരെ വാല്യൂ വരുന്ന സമയത്ത് 1 കിലോ ആപ്പിൾ വാങ്ങാൻ നമ്മളൊന്ന് മടിക്കും, അല്ലേ? അതേ കേസ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പക്ഷെ 1 കിലോ ആപ്പിളിന് 200 രൂപ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആപ്പിൾ സെല്ല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ആ 200 രൂപക്ക് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും വർക്കാവുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ പോലെ തന്നെ ആപ്പിളിന്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറയുന്ന സമയത്ത് നമ്മൾ നല്ല സ്റ്റോക്കുകൾ, നല്ല ETF-കളെല്ലാം വാങ്ങി സൂക്ഷിച്ചാൽ നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. അതായത് കുറഞ്ഞ ക്യാഷിന് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങിക്കാൻ പറ്റും. കുറഞ്ഞ ക്യാഷിന് കൂടുതൽ ആപ്പിൾ വാങ്ങിക്കുന്ന പോലെ തന്നെ. പക്ഷേ ഈ വാങ്ങിക്കുക എന്ന് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വലിയൊരു പൂളാണ്. ഈ പൂളിൽ ഒരുപാട് സ്റ്റോക്സുകളുണ്ട്, ഒരുപാട് ഇൻഡെക്സുകളുണ്ട്, ഒരുപാട് ETF-കളുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് ചെന്ന് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ നമുക്ക് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് പറഞ്ഞാൽ വാല്യുവേഷൻ. ഇന്ന് നിഫ്റ്റി ഏകദേശം 14% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം അതിന്റെ മെയിൻ കറക്ഷന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയകളിലും നമ്മൾ കാണുന്നതാണ് FIS, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെല്ലിംഗ്. അതായത് വാല്യുവേഷൻ കൂടുതലാകുന്ന സമയത്ത് ഹൈ വാല്യൂല് നിൽക്കുമ്പോൾ അവർ സെല് ചെയ്യും. എന്താണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ വാല്യുവേഷൻ കുറവുള്ളത്, ആ സെക്ടർ അല്ലെങ്കിൽ ആ ഇൻഡെക്സ് അല്ലെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞ പോലെ തന്നെ എപ്പോഴും സ്റ്റോക്സ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസ് കൂടെ മാർക്കറ്റിന്റെ ന്യൂസുമായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് ഡേ ടു ഡേ നിൽക്കാൻ പറ്റിയാൽ മാത്രമാണ് സ്റ്റോക്ക് ഇൻവെസ്റ്റിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ആൾവേസ് ദ റിസ്കി വേ എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്ത് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 5 years വരെയെങ്കിലും നമുക്ക് അത് ഹോൾഡ് ചെയ്യണം. പിന്നെ അത് ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്ക് ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന എൻട്രി പോയിന്റ് കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ 5-10 വർഷം ചിലപ്പോൾ അതിനകത്ത് നമ്മൾ ബ്ലോക്ക് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബ്ലോക്ക് ആയി പോകാൻ മീൻസ് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു 50,000 വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ 50,000 അവിടെ ബ്ലോക്കായി, നമുക്കത് പ്രോഫിറ്റ് കിട്ടാതെ നമുക്കത് വിൽക്കാൻ നമ്മളെ മനസ്സ് സമ്മതിക്കാത്തൊരു സിറ്റുവേഷൻ വരും. അത് അത്രയും സമയം നമ്മൾ ലോസിൽ കണ്ടിന്യൂ ചെയ്യും. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. എന്താണ് മാർക്കറ്റ് ഫാളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നാൽ മാർക്കറ്റ് ഉയരുന്ന സമയത്ത് നമുക്ക് അതിനോടൊപ്പം ഉയരാൻ സാധിക്കുകയും ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ഏതാണ്? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഫസ്റ്റ് വൺ, ദ നിഫ്റ്റി 50 ഇൻഡെക്സ്. നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ 5 year ചാർട്ടാണിത്. 5 year ചാർട്ടിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് നിൽക്കുന്നത് അതിൻ്റെ ഇൻഡെക്സിന്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, അതായത് ഏർണിങ്സിന് കൊടുക്കുന്ന പ്രൈസ്, അതിന്റെ പ്രോഫിറ്റിന് കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 20 ആണ്, ഏകദേശം 20 ആണ് 5 years. ബട്ട് ഇതിന്റെ മീഡിയം PE എന്ന് പറയുന്നത് 22.7 ആണ്. അതായത് 5 yearsലെ മീഡിയം PE-നേക്കാളും നിഫ്റ്റി 50 20 വാല്യൂലോട്ട് വന്നിട്ടുണ്ട്. 22.7 ആണ് അതിന്റെ ആവറേജ് വാല്യൂ, 5 year ആവറേജ് വാല്യൂ. ബട്ട് നൗ ഇറ്റ് ഈസ് അറ്റ് 20, വിച്ച് മീൻസ് നിഫ്റ്റി 50 ഈസ് ഫെയർലി വാല്യൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്റ്റോറിന് 1 കിലോ ആപ്പിളിന് നിങ്ങൾ 80 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പോലെ ഇറ്റ് ഈസ് ഫെയർലി വാല്യൂഡ്. ഇൻ 3 year chart, the Nifty at index is trading at a value price of 20.4, but the medium PE is around 21.9. So for 3 year perspective also, Nifty is undervalued, or I can say it is fairly valued. So Nifty 50 is one of the safest options to invest. So what are the investment options for Nifty 50? You can either choose index fund from the mutual fund options. Otherwise, there are 2 options from the exchange traded fund from the ETF. So the first one is Nifty Bees. Of course, Nifty Bees high liquidity options is given by Nippon India AMC. Second option will be Nifty 50 IETF from ICICI AMC. Both having
comparatively less tracking error, less expense ratio, and good liquidity. Of course, this is not a buy sell call recommendation. അടുത്ത വാല്യുവേഷൻസ് നിൽക്കുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ 1 മുതൽ 50 വരെയുള്ള കമ്പനികൾ. അത് കഴിഞ്ഞിട്ടുള്ള കമ്പനികൾ വരുന്ന 51 മുതൽ 100 വരെ. അതിനാണ് നമ്മൾ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നത്. Nifty next 50 is also in a good valuations, which means we can consider for the investment options. Here is a chart. For Nifty 50 5 years, Intex is trading at a PE of 21.3, but the median PE is at 25.8. So of course, it is far below, or I can say it is better than Nifty 50. So Nifty next 50 now turns to be far better than Nifty 50 because 25 to 21, the range is bigger. So അത് പറയുന്നത് ഇതിൻ്റെ വാല്യുവേഷൻസ് കുറച്ചും കൂടി ബെറ്റർ ആണ്, നിഫ്റ്റി നെക്സ്റ്റ് 50 കുറച്ചും കൂടി നല്ലതാണ് എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ 3 ഇയർ ചാർട്ട് നോക്കാം. 3 ഇയർ ചാർട്ട് ഇസ് ഹിയർ ആൻഡ് 3 ഇയർ ചാർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡെക്സ് 21.5 ആണ്. 3 ഇയർ ചാർട്ടിൽ മീഡിയം PE 24.7 ആണ്. നിഫ്റ്റി നെക്സ്റ്റ് 50 ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒരു 20% അടുത്ത് കറക്ഷൻ വന്നിട്ടുണ്ട്. സോ ആ 20% കറക്ഷൻ നിഫ്റ്റി നെക്സ്റ്റ് 50 കറക്ഷനെ മേക്ക് ഇറ്റ്സ് മോർ അട്രാക്റ്റീവ് കമ്പയറബിൾ ടു നിഫ്റ്റി 50. നിഫ്റ്റി 50 അപേക്ഷിച്ച് നെക്സ്റ്റ് 50 കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ്. അതിൻ്റെ PE റേഷ്യോ വളരെ കുറവാണ് കമ്പയറബിൾ ടു 3 ഇയർ ആൻഡ് 5 ഇയർ മീഡിയം PE. ഇനി നിഫ്റ്റി നെക്സ്റ്റ് 50 നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസുകളാണ് ETF പെർസ്പെക്റ്റീവിൽ പറയുന്നു. ഒന്ന് നിപ്പോൺ AMC കൊടുക്കുന്ന ജൂനിയർ പീസ്, ഹൈ ലിക്വിഡിറ്റി ഉണ്ട്, ഓഫ് കോഴ്സ് എക്സ്പെൻസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവാണ്, ട്രാക്കിംഗ് എറർ കമ്പാരിറ്റീവ്ലി കുറവാണ്. സെക്കൻഡ് ഓപ്ഷൻ നെക്സ്റ്റ് 50 IETF. ദിസ് ഇസ് ഓൾസോ ഫ്രം ICICI Prudential. ഗുഡ് ഡീസെന്റ് ലിക്വിഡിറ്റി, ട്രാക്കിംഗ് എറർ കുറവാണ്, എക്സ്പെൻസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവാണ്. ദീസ് ടു ഐ ഫൈൻഡ് ഇറ്റ് ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ദിസ് പാരാമീറ്റേഴ്സ്. അതായത് ലിക്വിഡിറ്റി പെർസ്പെക്റ്റീവ്, എക്സ്പെൻസ് റേഷ്യോ പെർസ്പെക്റ്റീവ്, പിന്നെ പറയുന്ന ട്രാക്കിംഗ് എറർ പെർസ്പെക്റ്റീവിൽ ഇത് രണ്ടും കമ്പാരിറ്റീവ്ലി മറ്റ് ഇൻഡെക്സ് മറ്റ് ETF അപേക്ഷിച്ചിട്ട് ഇത് ഒരു ഗുഡ് ഡീലായിട്ട് തോന്നുന്ന ഓപ്ഷൻസ് ആണ്. നിഫ്റ്റി മിഡ് 150, അതായത് മിഡ് ക്യാപ് സെഗ്മെന്റിൽ വരുന്ന, അതായത് 100 കമ്പനികൾ കഴിഞ്ഞാൽ 101 മുതൽ 250 കമ്പനികൾ വരെ വരുന്ന 150 കമ്പനികളുടെ റേഞ്ചിനെയാണ് നിഫ്റ്റി മിഡ് ക്യാപ് എന്ന് പറയുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ 5 ഇയർ ചാർട്ട് ഇസ് ദിസ് വൺ. Intex is trading at a ranges of 35.1, but the median PE 27.5. അതായത് മിഡ് ക്യാപ് സെഗ്മെന്റ് ഈസ് highly overvalued. So I personally expect to be more corrections might come there. നിഫ്റ്റി സ്മോൾ ക്യാപ് 250, അതായത് 251 മുതൽ 500 വരെയുള്ള കമ്പനികളുടെ സെഗ്മെന്റിനെയാണ് 250 എന്ന് പറയുന്നത്. 250 5 ഇയർ ചാർട്ട് പെർസ്പെക്റ്റീവിൽ ഇൻഡെക്സ് നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത് 27.8 ആണ്. അതായത് നോട്ട് വെരി ഹൈ വാല്യുവേഷൻ ആസ് ലൈക്ക് മിഡ് ക്യാപ്. മിഡ് ക്യാപ് പോലെ ഓവർ വാല്യൂഡ് അല്ല, ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇത് കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. സോ ഈ വീഡിയോയിൽ ഞാൻ 4 സെഗ്മെന്റ്സ് പറഞ്ഞു. നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50, then mid cap space, mid 150, then small cap space. So which one is more attractive? Of course, out of this 4, the valuation will be very low for next 50. Number 1, next 50. Number 2, Nifty 50. And number 3, small cap space. And number 4 is mid cap space. So small cap spaces ഒരു 3 to 5% കറക്ഷൻസ് വന്നാൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലുള്ള നല്ല ലിക്വിഡിറ്റി കൊടുക്കുന്ന, എന്നാൽ ട്രാക്കിംഗ് എറർ കുറവുള്ള, എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള ഒരു ETF ആണ് HDFC SML 250 എന്ന് പറയുന്നത്. HDFC AMC പ്രൊവൈഡ് ചെയ്യുന്ന ETF ആണ് HDFC SML 250 എന്ന് പറയുന്നത്. കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ച് നല്ല വാല്യുവേഷൻസ് ഉള്ള ഇൻഡെക്സുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യണം. നമുക്കൊരു ഡീസെന്റ് റിട്ടേൺ, ഒരു 15 to 60% ഓർ ഈവൻ മോർ റിട്ടേൺസും മാർക്കറ്റ് ഫാൾസിൽ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സെഗ്മെന്റ് ഏതാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് എല്ലാം വീഴുന്നു, സ്മോൾ ക്യാപ് സ്പേസ് വീഴുന്നു, മിഡ് ക്യാപ് സ്പേസ് വീഴുന്നു, എവറിത്തിങ് ഈസ് ഫാളിംഗ് ഡൗൺ. സോ വെയർ ടു ഇൻവെസ്റ്റ്? ആ ഒരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് വാല്യുവേഷൻ ഈസ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് തിങ്. ആ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കിയിട്ട് വേണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ വി ടോക്ട് അബൌട്ട് ദിസ് മാറ്റർ. ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ.